ഞാനും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ. അപ്പോൾ അല്ല, അത് ഹേർട്ടാവുന്നു. കാരണം നമ്മൾ ഓരോ നിമിഷവും മൂവിയിലും ഇപ്പോൾ കോൺട്രവേഴ്സി ആയിക്കൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഉത്തരങ്ങൾ പറയാതിരുന്നാൽ മതിയില്ലേ? ഒരു ദിവസം രാത്രിയും പകലുമായിട്ട്. ഓക്കെ, ഇത് സിനിമ മേഖലയല്ല ഇപ്പം. ഇവിടെ ഇവിടെ ബ്രേക്ക് അതിനായിരിക്കും. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു മാസം ഒരു തരത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാലും നമ്മൾ ഇൻ്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ബ്രേക്കായിട്ട് അവരെടുക്കാൻ പറയുന്നുണ്ട്. പക്ഷേ മാക്സിമം ബ്രേക്ക് എടുക്കാതെ മുന്നോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. ഇപ്പം 21-ാം തീയതി BKB പടം തുടങ്ങും. അതിൻ്റെ ഇടയിൽ ഈ പടം റിലീസ്. അപ്പോൾ ഹീലിംഗ് ടൈമിന് കുറച്ചും കൂടി സമയം വേണം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഈ എല്ല് കൂടിച്ചേരാൻ എടുക്കുന്ന സമയം കുറച്ച് കൂടുതലാണ്. മാംസം കൂട്ടിച്ചേർന്നു സർജറി ചെയ്തതിൻ്റെ. എല്ല് നട്ടും ബോൾട്ടൊക്കെ ഇട്ടിട്ട് ടൈറ്റാനിയം വെച്ചിട്ട് ഇട്ടിരിക്കുക. അപ്പോൾ സ്ലിങ്ങിൽ ഇടണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ചെറിയ എക്സസൈസും ബോളിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഞങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടോ? അപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇല്ല, അന്നത്തെ ഇഷ്യൂ എല്ലാവർക്കും അറിയാമല്ലോ, വ്യക്തമായിട്ട് അറിയാം. കാരണം ഞാനത് അഡ്രസ്സ് ചെയ്തോട്ടെ. അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്ക് എന്തുകൊണ്ട് അതങ്ങനെ മൂവ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു കാര്യം. ഇപ്പം ഷൈൻ ചേട്ടൻ സിനിമയിലോട്ട് വരുന്നത് കമൽ സാറിൻ്റെ അല്ലേ? അല്ല, കമൽ സാർ ത്രൂ അല്ലേ? അതേപോലെ ഒരു കാലത്ത് ഞാൻ +2 പഠിക്കുന്ന സമയത്ത് വിജയമാത സ്കൂളിൻ്റെ മുന്നിൽ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റ്, മുന്നിൽ കണ്ട് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഷൈൻ ചേട്ടനാണ്. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട്, ആർക്കും അറിയില്ല. അപ്പോൾ എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ആദ്യത്തെ ഒരു ആർട്ടിസ്റ്റാണ്. ആൻഡ് പറയട്ടെ, യെസ്. അപ്പം അത് നമ്മൾ പേഴ്സണലി ഞങ്ങളൊരു ഇടവകക്കാരൊക്കെയാണ്. അപ്പോൾ നമുക്കത് ഒരു സ്പെഷ്യലായിരിക്കും. ആ പേഴ്സൺ എന്ന് പറയുന്നത് സ്പെഷ്യലായിരിക്കും. പിന്നെ പോകെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ സ്റ്റേജിൽ മുന്നോട്ട് പോകുമ്പോഴും അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അന്ന് അദ്ദേഹം ചെയ്ത അന്യം റസൂലൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് എൻ്റെ ഓർമ്മയിൽ എന്നോട് സംസാരിച്ചിട്ടുണ്ടത്. അപ്പം ആഫ്റ്റർ ദാറ്റ് കുറേ കാലങ്ങൾക്ക് ശേഷം പല ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോഴും ഒരു ഹൈപ്പർ പരിപാടി കാണുമ്പോഴും എന്നോട് ഞാൻ പലരുടെയും വാച്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഐശ്വര്യലക്ഷ്മിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഷൈൻ എന്ന് പറയുന്നത് ഇൻ പേഴ്സൺ അങ്ങനെയല്ല എന്നുള്ളൊരിതുണ്ട്. ഇപ്പോൾ നമ്മൾ മൂവി ചെയ്യാൻ ഞാനൊരു തീരുമാനം എടുക്കുമ്പോഴും എനിക്ക് ആ ഒരു കുറേ കാലത്തിന് ശേഷം നമ്മളുടെ ഒരു നാട്ടുകാരൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാൻ അഡ്മയർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒപ്പം ഞാൻ ആ സ്പേസ് ചെയ്യുവാണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ആൻഡ് വി ഡിഡ് ഇറ്റ്. അടിപൊളിയായിരുന്നു. ഒരു കാര്യത്തിൽ എനിക്ക് ഒരു തരത്തിലും ഇതുവരെയും ഒരു മാറ്റമില്ലാത്തൊരു കാര്യം, ഹിസാൻ അടിപൊളി പെർഫോമറാണ്. ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ ഒരു സ്പേസിലുണ്ടായ ഒരു അനുഭവം എനിക്കത്ര ഞാൻ നോക്കിക്കണ്ട ഒരാളിൽ നിന്ന് വരുന്ന ഒരു ചെറിയൊരു മനഃപൂർവ്വം ആയിരിക്കില്ല മേ ബി, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഇതൊക്കെ നമ്മൾ സംസാരിച്ച ഐസി മീറ്റിങ്ങിനാണ് സംസാരിച്ചതാണ്. പക്ഷേ ഞാനത് എക്സ്പെക്ട് ചെയ്തില്ല. ഞാനും അങ്ങനെ അക്സെപ്റ്റ് ചെയ്തില്ല. ഓക്കെ. അപ്പോൾ അത് ഹേർട്ടാവുന്നു. കാരണം നമ്മൾ ഓരോ നിമിഷവും മൂവിയിൽ മാത്രമല്ല, ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടുള്ള ഫൺ രീതിയിലുള്ള സംസാരങ്ങൾ ചിലപ്പോൾ ലൂസ് ടോക്ക് പോലെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും അറിയാറില്ല. എല്ലാവരും ഒരേപോലെ ഇല്ലല്ലോ. ഇപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ ഒരു ആശയങ്ങളും എല്ലാം വ്യത്യസ്തമാണ് എല്ലാവർക്കും. അപ്പോൾ അതിലുള്ള വ്യത്യസ്തത നമ്മൾ അല്ലെങ്കിൽ അതേപോലെ ഒരു കാര്യം കേൾക്കുമ്പോഴും 5 പേരും 5 രീതിയിലാണ് എടുക്കുന്നത്. എല്ലാവർക്കും അത് എൻജോയബിൾ ആയിരിക്കില്ല. അത് പലപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും
ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി. എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ പേഴ്സണലി പറയേണ്ട കാര്യമാണ്, മീഡിയാസിന് മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് പറയേണ്ട കാര്യമല്ല എന്ന് തോന്നുന്നു. അല്ല, ഇപ്പോൾ നമ്മൾ യെസ്, അങ്ങനെയാണെങ്കിൽ ഓക്കെ. അല്ല അല്ല വിൻസി പറയട്ടെ. അത് കൺക്ലൂഡ്. ലെറ്റ് മീ കൺക്ലൂഡ് ഇറ്റ് ഇഫ് വി ബോത്ത് ആർ ഓക്കെ. ലെറ്റ്സ് കൺക്ലൂഡ് ഇറ്റ്. ഇത് ഇത്രയും ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ളൊരു വിഷയമായിരുന്നു. അപ്പം എനിക്ക് ഒരൊറ്റ കാര്യമുള്ളത് ഉണ്ടായിരുന്നത്, ഇപ്പം ക്യൂ സ്റ്റുഡിയോയിൽ തന്നെ ചേട്ടൻ പറയുന്നുണ്ട്, കാര്യങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ മാറ്റത്തിൽ എനിക്ക് വേറെ എന്തുകൊണ്ടാണ് പിന്നെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒന്നിൻ്റെയും പിടിച്ചു വെക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ മാറ്റം എന്ന് പറയുന്നത് ഇദ്ദേഹം എന്ന് പറയുന്ന വ്യക്തിയോട് അത്രയും റെസ്പെക്റ്റാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അത് ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സണൊന്നുമല്ല, ബട്ട് ഐ റെസ്പെക്ട് ദാറ്റ്. ആൻഡ് എനിക്കത് അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ല, ഞാൻ വിചാരിക്കുന്നത് എപ്പോഴും മാറ്റം ഉണ്ടാവേണ്ടത് നമ്മളിലാണ്, എന്നിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മളിൽ നിന്നാണ് മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. നമ്മൾ ക്ലിയർ ചെയ്തിട്ട് എന്തെങ്കിലും മുന്നോട്ട് പോകാനുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് അവസരം തന്നിട്ടുണ്ട് ഈ ജീവിതത്തിൽ. ആ അവസരം കിട്ടുന്ന സമയത്ത് നമ്മളത് ഉപയോഗിക്കുക. ആൻഡ് ഈ ഒരു കോൺട്രവേഴ്സി കാരണം എനിക്ക് യുവർ ഫാമിലീനെ കുറേ ഡ്രാഗ് ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും ഉണ്ട്. അതൊരു ഗിൽറ്റായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. എനിക്കത് ഒരിക്കലും ടേക്ക് ബാക്ക് ചെയ്യാൻ പറ്റില്ല. ഗിൽറ്റ് എപ്പോഴും ഉണ്ടാവും. അത് പ്രശ്നമൊന്നുമില്ല, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കാരണം അവർക്കും നമ്മളെപ്പോലെ അല്ലെങ്കിൽ പെൺമക്കളുള്ളതല്ലേ. അപ്പോൾ എന്താണ് ഒരു പെൺകുട്ടിക്ക് ഹേർട്ടാവണത്, എന്താണ് ഒരു ആൺകുട്ടിക്ക് ഹേർട്ടാവണത് എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിനെപ്പറ്റി സംസാരിക്കണ്ട തോന്നുന്നു. ഷൈന അല്ലേ? നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? അപ്പോൾ അതായിരുന്നാലല്ലേ ഇത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ. ഇനിയുള്ള ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങളെ ഷൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന ലെവലിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ പോകുന്ന ഒരു ഫേസിലൂടെ നോക്കുമ്പോഴേക്കും എങ്ങനെ ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഏകദേശം പ്രിപ്പറേഷൻ ഓഫ് ഗ്രാഫ് ഉണ്ടോ? എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരേ ടൈപ്പ് ക്യാരക്ടർ ആവരുത്. ഇപ്പോൾ പോലീസ് ക്യാരക്ടർ തന്നെ 10 ചെയ്യുമ്പോൾ 10 പോലെ ഇരിക്കണം. അത് നമ്മളൊരു 50 ചെയ്താലും 500 ചെയ്താലും 500 പോലീസുകാരും 500 പോലീസുകാരായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല. ആ വ്യത്യസ്തതയല്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ 500 പടം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു സ്റ്റില്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം. അത് ഏത് പടത്തിലത്തെയാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറെന്ന്. അത് ചിലപ്പോൾ മീശയിലായിരിക്കാം, മുടിയിരുന്നതിലായിരിക്കാം, കൈ മടക്കി വയ്ക്കുന്നതിലായിരിക്കാം, ബട്ടൺസ് ഇടുന്നതിലായിരിക്കാം, ഡ്രസ്സിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം. ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം അവിടെ 1.5 വർഷമൊക്കെയാണ് ഒരു പടം എടുക്കുന്നത് തീർക്കാൻ. അപ്പോൾ ഈ 1.5 വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു 15 പടം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ് എ ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയറായിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ പ്രകടമായിട്ട് കാണാറില്ല. ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ. അതേപോലെ ഈ സിനിമയിലെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയുന്നത്, അതായത് പഠിപ്പിക്കുന്ന രീതികളായാലും ആളുകളെ എങ്ങനെയാണ് വിദ്യാഭ്യാസം എന്ന് ഇപ്പോഴത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതികൾ ഡിഫറെൻ്റ് ആണ്. അതിപ്പോൾ പുസ്തകത്തിലെ വാചകങ്ങളല്ല പഠിപ്പിക്കേണ്ടത്, വിദ്യാഭ്യാസം അങ്ങനെയല്ല എന്നൊരു ഇതുണ്ട്. കാരണം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാനും ശാസിക്കാനും ശിക്ഷിക്കാനും ഒരു അധികാരം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശാസിച്ചാൽ അതിനെതിരെ കേസ് എടുക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതന്നെ എനിക്കും പറയാനുള്ളൂ. കേസ് എടുക്കണതാണ് ഫസ്റ്റ് പ്രശ്നം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉള്ളപ്പോൾ സൂത്രവാദിക്കുന്ന സിനിമ ഒരു ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണോ പ്രേക്ഷകർക്ക് നൽകുന്നത്? ഇതിൽ ക്രിസ്റ്റോ പറയുന്നുണ്ട്, ഒരിക്കൽ നമ്മുടെ പുള്ളിയുടെ സഹപ്രവർത്തന മകനൊരു ഡൗട്ട് വന്നു, അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പം അവൻ്റെ കൂട്ടുകാരനെ വിളിച്ചു കൊണ്ട് വന്നു. ഇപ്പോൾ ഒരു 10-15 പേരുണ്ട് ഇതിന് മുകളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ 10ാം ക്ലാസ്സുകാർക്ക് നമ്മൾ ക്ലാസ് എടുക്കാറില്ല, കാരണം പബ്ലിക്കായിട്ട് പരീക്ഷ എഴുതുന്നതാണല്ലോ. അപ്പോൾ അടുത്ത കൊല്ലം വാന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഒരു പെൺകുട്ടീനെ ചേരാൻ വരുന്നു. നമ്മൾ ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത്
അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവരാണ് കൂടുതലും നമ്മൾ. ഇപ്പോൾ നിങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ ഇടയിലാണെങ്കിലും ഈ താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്തവർ. ഇപ്പോൾ നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് വിദ്യാഭ്യാസത്തിലും അതെ. ഒരു അധ്യാപകൻ ആകേണ്ട ആളാണ് അധ്യാപകനാകേണ്ടത്. പോലീസ് ആരാണ്? One question I want to ask writer. So ഹോട്ടലിൽ എന്താണ് ഭക്ഷണം വിളമ്പും, ഭക്ഷണം കഴിക്കാൻ ആൾക്കാർ പോകും. ഹോട്ടലിൽ അല്ല, അവർ ചോദിക്കട്ടോ. this is about the film. Okay. So പോലീസ് വേഷങ്ങൾ പലതാണ് ചെയ്യുന്നത്. സൂത്രവാക്യത്തിലെ പോലീസ് താങ്കൾക്ക് എത്രമാത്രം ഇഷ്ടമാണ്? ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ 10 പോലീസ് ക്യാരക്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ 10 വ്യത്യസ്തമാക്കാൻ ശ്രമിക്കാറുണ്ടെന്ന്. ചില പടങ്ങളിൽ അത് ഡയറക്ടർ നമ്മളെ മോൾഡ് ചെയ്തെടുക്കും, ചില പടങ്ങളിൽ നമ്മൾ സ്വയം ഉണ്ടാക്കുന്ന വ്യത്യസ്തതകളാണ്. ചിലതിൽ കഥയിൽ ഓൾറെഡി ഉണ്ടാവുന്ന വ്യത്യസ്തത ഉണ്ടായിരിക്കും, അതിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഇതിൽ ഡയറക്ടർ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പോലീസ് ക്യാരക്ടറാണത്. ഞാൻ ഒരിക്കലും ഇപ്പം എൻ്റെ സ്വഭാവം നിങ്ങൾക്കായ അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലീസ് ക്യാരക്ടറിൽ നിന്ന് വളരെ മിതമായിട്ട് സൗമ്യനായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടറാണത്. ഞാൻ ഉണ്ടയിൽ ചെയ്തിരുന്ന കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു ഛത്തീസ്ഗഡിലേക്കൊക്കെ പോകുന്ന പോലീസ് ക്യാമ്പിൽ നിന്ന് പോകുന്ന പോലീസുകാരനായിരുന്നു. ക്രിസ്റ്റഫറിൽ കുറച്ചും കൂടിയും നെഗറ്റീവ് ഷെയ്ഡുള്ള, കുറച്ച് തമാശയൊക്കെ പറയുന്ന, ഫണ്ണി ആയിട്ടുള്ള, എന്നാൽ ഉള്ളിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഷെയ്ഡുള്ളൊരു പോലീസുകാരനായിരുന്നു. തല്ലുമാലയിലാണെങ്കിൽ കുറച്ച് ഇടിയും ബഹളവും ആയിട്ടുള്ള ഒരു പോലീസുകാരനായിരുന്നു. ഇതാണെങ്കിൽ പിള്ളേരെ ഭയങ്കര ഇഷ്ടമുള്ള, അല്ലെങ്കിൽ പിള്ളേരോട് ഭയങ്കര സൗമ്യമായിട്ട്. ഇപ്പം ടീച്ചർ വന്നിട്ട് വിൻസിയുടെ ക്യാരക്ടർ ഒരു സ്കൂളിലെ ടീച്ചറാണ് കണക്കെടുക്കുന്നത്. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ പിള്ളേർ വരുന്നില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പരാതി പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, പിള്ളേരല്ലേ, ചെറുപ്പക്കാരല്ലേ, അപ്പോൾ ഒരു നാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പക്ഷേ സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആവുന്നുമുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യസ്തത. പിന്നെ കൊച്ചിയിലെ ഹോട്ടലിൽ നടക്കുകയായിരുന്നില്ല, ആക്ച്വലി ചാട്ടവും ഓട്ടവും ഒക്കെ ആയിരുന്നു. ഹലോ കൊച്ചിയിലെ വിൻസിയുടെ കഥാപാത്രങ്ങൾ പല സിനിമയിലും വെറൈറ്റി കഥാപാത്രം. ടീച്ചർ എന്നൊരു കഥാപാത്രം ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്? ഇല്ല, ടീച്ചർ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട്, റോണി ചേട്ടനായിട്ടുള്ള ഒരു ആഡിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അമ്മ ടീച്ചറല്ലേ? അമ്മയും ടീച്ചറാണ്. അമ്മയും ടീച്ചറല്ലേ? എൻ്റെ അനിയത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് LKG-യിൽ, UKG-യിലാണോ, വിജയമാതയില്. അമ്മയോടെ ഉണ്ട്. രണ്ടുപേരും അമ്മമാരും ടീച്ചറാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രത്തിൽ സ്വന്തം അമ്മ എത്രമാത്രം ഇൻവോൾവ് ആയിട്ടുണ്ട് ടീച്ചർ എന്നതിൽ? ഇല്ല, അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം അമ്മ കുറച്ചും കൂടെ മറ്റിങ്ങനെ ആയിട്ടുള്ളൊരു ടീച്ചറായിരുന്നു. ഇപ്പം ഭയങ്കര സോഫ്റ്റാണ്, പക്ഷെ ആയിരുന്നു. പക്ഷേ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല. ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല, മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടും കയറുന്നില്ല, പകരം സാറിൻ്റെ അവിടേക്കാണ് കുട്ടികൾ ഓടുന്നത്. അതിൻ്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ. ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ്. ഈ മക്കളെ കുറച്ച് അടിച്ച് ഒരു ടീച്ചറാണ് ഞാൻ കണ്ടിടത്തോളം. എനിക്ക് കുറേ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങ് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ടീച്ചറാണ്. പഠിക്കാത്തതിനുള്ള കുരുത്തക്കേട് കാണിക്കുന്നതിനാണ്. ഓൾറെഡി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചൊരു കഥാപാത്രം, നല്ല നല്ല കഥാപാത്രങ്ങൾ എത്തിച്ചൊരു ആക്ടറാണ്. അപ്പം ചൂസ് ചെയ്യുന്ന കഥാപാത്രം ചൂസ് ചെയ്യുന്ന സിനിമകളായ അതുപോലത്തെ സിനിമകളാണ്. അപ്പം എപ്പോഴെങ്കിലും തോന്നില്ല, അതായത് സ്വന്തം അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തി പറയുമ്പോൾ എനിക്ക് കിട്ടാനുള്ള അവസരങ്ങൾ കുറയുന്നതൊക്കെ എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? റിഗ്രറ്റ്, അവസരങ്ങൾ കുറയുന്നതിനൊന്നും റിഗ്രറ്റ് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ
എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത്. അല്ലാതെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രറ്റ് തോന്നിയിട്ടില്ല. അവസരങ്ങൾ കുറയോ അങ്ങനെയൊന്നുമില്ല. വരേണ്ടത് വരും, പോകേണ്ടത് പോകും എന്നുള്ളൊരു ട്രാക്കിലാണ്. For every student, teacher is the first crush. ആ In this film, mostly everyone comes to you and talk to you, like they're very close. Okay, so like, did you feel anything special, like connected to your mom with that thing, like about crush? ഏയ് അത് മലർ മിസ് ടൈപ്പ് ഒന്നും അല്ലത്. Shine, do you have any teacher crush? Yeah, I have a teacher crush in 4th standard. വിജയമാതയിൽ പഠിപ്പിക്കുന്ന സമയത്ത് ഹണി ടീച്ചർ കണക്കെടുക്കാൻ വന്ന ടീച്ചറാണ്. ടീച്ചർ വന്ന് ക്ലാസ്സിൽ കയറി വൈകി 4x5 6x8 അങ്ങനെയാണ് ചോദ്യം ചോദിച്ചു തുടങ്ങുക. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അന്ന്. പക്ഷെ ഉത്തരം പറഞ്ഞ കാരമിൽക്കിൻ്റെ ഒരു മിഠായി ഇല്ല അന്നത്തെ, കണ്ടിട്ടുണ്ടോ? അത് തരുമായിരുന്നു. എനിക്ക് കണക്കൊന്നും അറിയില്ല, കണക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറുടെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയിൽ ടീച്ചറിനെ തന്നെ നമ്മൾ നോക്കിയിരുന്നു പോകും. അത് കണക്ക് പഠിക്കാനായിട്ടല്ല, എന്താണെന്നറിയില്ല. ടീച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ കുസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ആ ജെന്യൂനിറ്റി. ഇപ്പോൾ ഉത്തരം പറഞ്ഞാൽ മിഠായി തരാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മിഠായി തരും. അതിൽ ആർക്കൊക്കെ മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സുമിത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ടീച്ചർ എനിക്ക് മിഠായി വേണമെന്ന്. നമ്മളങ്ങനെ കൈവന്നിച്ച് ചോദിക്കില്ലല്ലോ, ഉത്തരം പറഞ്ഞാലേ കിട്ടുള്ളൂ. ഇത് വെറുതെ ആർക്ക് മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പയ്യൻ മാത്രമേ ചോദിച്ചു കൈ പൊക്കിയുള്ളൂ. അവൻ പറഞ്ഞു, അപ്പോൾ ടീച്ചർ ചോദിച്ചു ചെയ്ത് മിഠായി വേണ്ട 5 സ്റ്റാർ. അവന് കറക്റ്റായിട്ട് 5 സ്റ്റാർ കിട്ടി. അപ്പോൾ നമ്മൾ അന്നാണ് അതൊക്കെയായിരിക്കും ആ ടീച്ചറുടെ പ്രത്യേകത. പിന്നീട് ആ വിജയമാതയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലമൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ അല്ലേ. പിന്നെ ആ ടീച്ചർ കണ്ട് മാറിപ്പോകും. പ്രൈവറ്റ് പഠിച്ചത് ബൈ ദ വേ. അപ്പോൾ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടായി. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അല്ലാതെ അല്ല. ഇതിൽ നമ്മളല്ലാതെ വേറെ ക്യാരക്ടേഴ്സ് ചെയ്തവരുണ്ട്. ഇപ്പോൾ അനഘ, ഇവരൊക്കെ. നിങ്ങൾക്ക് ഇവിടെ നിൽക്കുകയാണോ വന്മതിൽ പോലെ? എന്തിൻ്റെ കാര്യം ചോദിക്കണം? അതിപ്പോൾ അവരോടല്ലേ, സെൻസർ ബോർഡിനോടല്ലേ ചോദിക്കേണ്ടത്. ജാനകി എന്നുള്ള പേര് ഏത് മതത്തിൻ്റെ പേരിലാണ്? അതാരാ പറഞ്ഞു? അത് ഒരു സംസ്കാരമല്ലേ, ഒരു നാടിലത്തെ ഒരു വ്യക്തിയുടെ പേരായിരുന്നില്ലേ അത്. ഈ സീത ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? അല്ലെങ്കിൽ ജാനകി ഹിന്ദു ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള ക്യാരക്ടറല്ലേ. അല്ലെങ്കിൽ ഒരു വൈഫ് ഓഫ് രാമ. ഹിന്ദു നദി സംസ്കാരം എന്നാണ് പറയുക. അതിന് സംസ്കാരമാണത് ആക്ച്വലി. അപ്പൊ നമുക്ക് നല്ല കാര്യം. അവന്റെ ചോദ്യം സീതയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിവിനെ സീതാദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രശ്നങ്ങളൊന്നും തീരുന്നില്ല. നിങ്ങൾ വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനായിട്ട് ചോദിക്കേണ്ടതാണ്. അല്ലെങ്കിൽ എനിക്കിതിൽ വല്ല അധികാരം ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഉത്തരം പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് വിചാരിക്കുക. അതല്ല ഞാൻ പറഞ്ഞു, എനിക്ക് മാറ്റാൻ പറ്റുന്നത് എന്നെ മാത്രമാണ്, മറ്റുള്ളവരെ എനിക്ക് മാറ്റാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് നമ്മളെ മാറ്റി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. കാര്യങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും പറഞ്ഞാലും പറയാതെയും മനസ്സിലാവേണ്ട ആൾക്കാരാണ് അല്ലേ. നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു എന്നെ ഇങ്ങനെ കാണാനാണ് താല്പര്യമെന്ന്. അപ്പോൾ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കത്തിലാവുന്നതും അതിൻ്റെ പേരിൽ തല്ലാവുന്നതൊക്കെ ഉണ്ടാക്കാതിരിക്കുകയല്ലേ വേണ്ടത് ആക്ച്വലി. അതായത് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കി ആളുകളെ തമ്മിലടിപ്പിക്കാതിരിക്കുക എന്നുള്ളതും കൂടി ചെയ്യണം. നമ്മൾ ഒരു കാര്യം സംസാരിക്കേണ്ടതാണെങ്കിൽ സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ അടക്കി സംസാരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത് ചിലപ്പോൾ വരും തലമുറയ്ക്ക് പോലും
കൺഫ്യൂഷൻസ് ഉണ്ടാകും ഇങ്ങനത്തെ സംസാരങ്ങൾ. അതാ പറയുന്നത് ഇങ്ങനെ ഒരു കേൾക്കുന്ന ഒരാൾക്കോട് കേൾക്കുന്ന ഏതൊരാൾക്കായാലും നമുക്ക് തന്നെ തോന്നും ഒരു പേരിന്റെ പേരിലൊക്കെ ഇങ്ങനെ നടക്കുമോ എന്ന് നമുക്ക് തന്നെ തോന്നും. കാരണം ഹലോ. നമുക്ക് ഇത് സംഭവിക്കുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഓക്കെ ചോദിച്ചത്. ആ ഓക്കെ താങ്ക് യു അല്ല, സോ മച്ച്. പടത്തിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ? എന്തെങ്കിലും പടങ്ങൾ ചോദ്യങ്ങളുണ്ടോ? പടം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. സ്ലോ പേസിൽ പോയി ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ അവസാനിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ ജൂലൈ 11-ാം തീയതി ഈ ചിത്രം മലയാളത്തിൽ മാത്രമാണുള്ളത് അല്ലെങ്കിൽ തെലുങ്കിലും ഉണ്ടല്ലോ? തെലുങ്കിലും ഉണ്ട്, കന്നഡയിലുണ്ട്, മലയാളം തെലുങ്ക് മാത്രം. കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് നടനെന്ന നിലയിലും നടിയെന്ന നിലയ്ക്ക് പറയാനുള്ളത്? ഒരു നല്ല സിനിമയായിരിക്കും. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ വേറെയും അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത ആൾക്കാരാണ് ഇവിടെയൊക്കെ ഇരിക്കുന്ന നമ്മുടെ പുതുമുഖങ്ങൾ. അപ്പോൾ അവർക്കൊരു ബ്രേക്ക് ത്രൂ ആയിരിക്കും, സിനിമയിലൂടെ ഒരു അടിപൊളി ബ്രേക്ക് ത്രൂ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കാണ് ഈ ഒരു സിനിമ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സിനിമയാണിത്. അപ്പോൾ എല്ലാവരും പോയി കാണണം, സിനിമയെ സപ്പോർട്ട് ചെയ്യണം. ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഈ പറഞ്ഞ പോലെ ഇത് ജൂലൈ 11-ന് ഈ മൂവിയുടെ ക്രാഫ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോയി കാണണം എന്നുള്ളതാണ് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് എല്ലാവരുടെ അടുത്തും. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണുക, കണ്ടിട്ട് മാത്രം അഭിപ്രായം പറയുക. ഓക്കെ. താങ്ക് യു സോ മച്ച്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ജൂലൈ